ഹേയ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചാനലൊക്കെ തുടങ്ങി, ഫസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റിയാക്ഷൻ അല്ല, നമുക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണയുടെ കല്യാണമായിരുന്നു. അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ വന്നു കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടിരുന്നു. ദിയയുടെ മേക്കപ്പ് ലുക്കിനെ കുറിച്ചിട്ടുള്ളത്. ദിയയുടെ മേക്കപ്പ് ഭയങ്കര ബോറായി, അതായത് മേക്കപ്പ് ഇല്ല തീരെ, ആ മുടിയെങ്കിലും ഒന്ന് കെട്ടിവെക്കായിരുന്നു, ഡ്രസ്സിങ്ങും ഒരു ഭംഗിയില്ല, അങ്ങനെ ഒരുപാട്. ദിയയുടെ സിസ്റ്റേഴ്സൊക്കെ നല്ല രീതിയിൽ ഒരുങ്ങി, ദിയ ഭയങ്കര ബോറായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടിരുന്നു. അതൊന്നും അവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കല്യാണം, അതായത് നമ്മുടെ കല്യാണത്തിന് വെഡ്ഡിങ് ലുക്ക്, അതിൽ ലുക്കായിക്കോട്ടെ, ആ ഒരു മേക്കപ്പ് ലുക്ക് ആയിക്കോട്ടെ, ഡ്രസ്സിങ്, ഓർണമെൻറ്റ്സ്, ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലേ. അപ്പോൾ അതിലൊക്കെ ഒരു പറയുന്നതിനൊരു പരിധിയുണ്ട്. അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും പറയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. ഓഫ് കോഴ്സ് അത് ശരിയാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഒരാൾ, ദിയൊക്കെ നമ്മളൊരു ഫാമിലി പോലെയാണ് കാണുന്നത്. അപ്പോൾ ദിയയുടെ ഒരു ഹാപ്പിനെസ്, ഏറ്റവും ലൈഫിൽ നല്ലൊരു മൊമെൻറ്റ് ദിയ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ, ദിയ എന്നല്ല, ആരും നമ്മളുമായി പങ്കുവെക്കുമ്പോൾ നമ്മൾ നെഗറ്റീവിനേക്കാൾ കൂടുതൽ നമ്മളൊരു പോസിറ്റീവ് പറയുന്നില്ല. അവർക്കും നമുക്കും ഒരു സന്തോഷം കിട്ടുക. നെഗറ്റീവ് പറഞ്ഞിട്ട് എന്താണ്, പോസിറ്റീവ് പറയുമ്പോൾ അവർക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതുപോലെ ദിയയുടെ ഒരു ലുക്ക്, ഇനിയിപ്പോൾ ഒരുപാട് മേക്കപ്പൊക്കെ ചെയ്താലും നിങ്ങൾ പറയുക, നെഗറ്റീവ് പറയാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും പറയും. കാരണം മേക്കപ്പ് കൂടി, എന്തിനങ്ങനെ പുട്ടിയടിച്ചത്, സിമ്പിളാക്കായിരുന്നില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ്സ് അപ്പോഴും കിട്ടും. അപ്പോൾ ദിയ, എനിക്ക് തോന്നിയത് അശ്വിൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ദിയ അതിനനുസരിച്ച് ഭയങ്കര സിമ്പിളായി, എന്തൊരു മെച്വേർഡായല്ലേ ദിയ വെഡ്ഡിങ്ങിൻ്റെ ഓരോ സീക്വൻസും ഹാൻഡിൽ ചെയ്തത്, എന്തൊരു മെച്വേർഡായിട്ടാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ദിയയുടെ ലുക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. ദിയക്ക് അവരുടെ ആ ഒരു പ്രണയത്തിന് ശേഷം അവർ വിവാഹം ഒരുമിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ദിയയുടെ മുഖത്ത് എടുത്തറിയാണ്ട്, ഒരുപാട് പുട്ടി വലിച്ച് വാരി തേച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് നമുക്ക് മുഖത്ത് കിട്ടില്ല. ഇതിപ്പോൾ ദിയ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് ദിയയുടെ ആ മുഖത്ത് ഒറ്റ നോട്ടം നോക്കി നമുക്കത് മനസ്സിലാകും. അത്രയും ഭംഗിയിൽ ദിയ ഒരുങ്ങിയിട്ടുണ്ട്. സിമ്പിളായാലും ഭയങ്കര എലഗൻറ്റ് ലുക്ക് എനിക്ക് അതിൽ തോന്നി. ഡ്രസ്സിങ് ആയാലും ഓർണമെൻറ്റ്സ് ആയാലും മേക്കപ്പ് ആയാലും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ദിയനെ കാണാൻ. ഒരു ഡെസ്റ്റിനേഷൻ മാരേജ് അതുപോലൊക്കെ തോന്നി. നല്ല രസമുണ്ടല്ലോ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, അങ്ങനത്തെ ഒരു ലുക്ക് വന്നു. നല്ല രസമുണ്ട്. കാരണം അവർ ഒത്തിരി നാൾ പ്രണയിച്ച് ഡേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒക്കെ അവരുടെ വെഡ്ഡിങ്ങിന് അത്രയും സ്വപ്നം കണ്ടിട്ടൊരു മൊമെൻ്റാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ ദിയയുടേത്. അപ്പോൾ നെഗറ്റീവിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് പറയണം തോന്നി. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതൊക്കെ അല്ലേ. ദിയയുടെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും ദിയ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ എനിക്ക് അന്ന് എത്തണം എന്നായിരുന്നു ആഗ്രഹം. അത് കാരണം മേക്കപ്പൊന്നും ഞാൻ അത്ര ചെയ്യുന്നില്ല എന്ന് ദിയ പറഞ്ഞിട്ടുണ്ട്. ദിയയുടെ ഓരോ ലുക്കും എന്തൊരു രസമാണ്. അതുപോലെ ദിയയുടെ സിസ്റ്റേഴ്സിനും എടുത്ത് പറയണം, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഹാനെ പ്രത്യേകം ഇഷ്ടമുള്ള ഒരാളാണ്. ഹാൻ്റെ ലുക്ക്, എനിക്ക് ആ കണ്ണ് ഹൈലൈറ്റ് ചെയ്ത മേക്കപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അതിൽ നിന്നൊക്കെ ദിയ ഭയങ്കര വേറിട്ട് നിൽക്കുന്നുണ്ട്. ദിയനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ദിയ ഒരു വേറിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഒരു ബ്രൈഡിൻ്റെ എല്ലാവിധ ഹാപ്പിനെസ്സും ആ ഒരു നാച്ചുറൽ ബ്ലഷിങ് വരെ ദിയയുടെ മുഖത്ത് ഭയങ്കര തുടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിട്ടാണ് എനിക്ക് പേഴ്സണൽ. നമ്മളെപ്പോഴും പോസിറ്റീവ് കമൻറ്റ്സ് പറയാൻ നോക്കുക. കാരണം അങ്ങനത്തെ ഒരു മാരീഡ്, അതോ കല്യാണത്തിൻ്റെ ദിവസമൊക്കെ അതൊക്കെ വായിച്ചൊക്കെ നമുക്കൊരു മനസ്സിന് സന്തോഷം പോസിറ്റീവ് പറയുമ്പോഴല്ലേ കിട്ടുക. അപ്പോൾ അത്രേ ഉള്ളൂ. അതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് മുന്നോട്ടും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ജസ്റ്റ് നമുക്ക് തോന്നിയൊരു കാര്യം നിങ്ങളോട് പങ്കുവെച്ചു എന്നുള്ളൂ. താങ്ക്